ഹലോ അപ്പം തന്നിരിക്കുന്ന 4 സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് സംസാരിക്കാനായിട്ടാണ്. അതും 4 സിനിമകൾ ഓണത്തിന് അന്ന് റിലീസ് ചെയ്ത സിനിമകളുടെ കളക്ഷൻ അപ്ഡേറ്റ് ഇതുവരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യത്തെ കളക്ഷൻ അപ്ഡേറ്റ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. AR ജിതിൻ ലാൽ ഡയറക്ഷനിൽ വന്ന ഒരു 3D 2D സിനിമയാണ്. 3Dയിലും 2Dയിലുമാണ് സിനിമ തിയേറ്റർ റിലീസ് വന്നത്. നമ്മുടെ ടൊവിനോ തോമസ് 3 വേഷങ്ങളിൽ വരുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയും കൂടിയായിരുന്നു. സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതുവരെയായിട്ട് 63 കോടിയാണ് സിനിമ 10 ദിവസം കൊണ്ട് വേൾഡ് വൈഡായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. എന്തായാലും സിനിമ 100 കോടി എത്തുമ്പോൾ ഒന്ന് കാത്തിരിക്കുകയും ചെയ്യാം നമുക്ക് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. അടുത്ത സിനിമ എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് സിലബസിൽ വന്ന സിനിമയാണ്. കാരണം നമ്മുടെ ആസിഫ് അലീൻ്റെ കിഷ്കിൻ്റെ കാണ്ഡം ഓണത്തിന് നല്ലൊരു റെസ്പോൺസ്, നല്ലൊരു കളക്ഷൻ നേടിയെടുക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലായിരുന്നു. പക്ഷേ ഔട്ട് ഓഫ് സിലബസിൽ വന്നിട്ട് ഓണത്തിൻ്റെ കൂടെ ക്ലാഷ് റിലീസ് ചെയ്ത് നല്ല റെസ്പോൺസ് ഏറ്റുവാങ്ങി നല്ല കിണ്ണങ്കാശി കളക്ഷൻ നേടിയെടുക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഒരു ത്രില്ലടിപ്പിച്ച് മിസ്റ്ററി അൺഫോൾഡ് ചെയ്യുന്ന ഒരു സിനിമയാണിത്. സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 38.50 കോടി അല്ലെങ്കിൽ 39 കോടിയാണ് സിനിമ 10 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും ആസിഫ് അലിയുടെ ഒരു 50 കോടി സിനിമ എന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം നമുക്ക് ഈ ഒരു സിനിമയിലൂടെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 50 കോടി സിനിമ. അതുപോലെ അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ, ഞാൻ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു 10-20 വട്ടം പറഞ്ഞിട്ടുണ്ടാവും. കൊണ്ടൽ സിനിമ RDX പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന ഒരു വൻപൻ പടം തന്നെയായിരിക്കും ഇത്. കാരണം RDXൻ്റെ കഴിഞ്ഞ പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ഫൈറ്റ് സീൻസും BGM ആ ഒരു സ്വാഗും ആ ഒരു സ്ക്രീൻ പ്ലേ എല്ലാ രീതിയിലും. പക്ഷേ ഈ ഒരു സിനിമ നല്ല ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു ഓഡിയൻസിന് കാഴ്ചവെച്ചതെന്നാണ് ഞാൻ കേട്ടത്. സിനിമ നല്ല രീതിയിൽ ഡിസപ്പോയിൻമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കളക്ഷൻ നോക്കുകയാണെങ്കിൽ 9 ദിവസത്തെ കളക്ഷനാണ്, 10 ദിവസത്തെ അല്ല. 9 ദിവസം കൊണ്ട് 3.35 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. ഒരു ഡിസാസ്റ്ററായി മാറിയിരിക്കുകയാണ് നമ്മുടെ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും സിനിമേൻ്റെ OTT അവകാശമൊക്കെ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് മേടിച്ചിരിക്കുന്നത്. സിനിമ എന്തായാലും ഒക്ടോബർ മാസം OTT റിലീസിലും വരുന്നതായിരിക്കും, പല ഭാഷകളിൽ ഡബ് ചെയ്തിട്ട്. അടുത്തത് നമ്മുടെ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഓമർ ലുലുവിൻ്റെ സിനിമ 1.75 കോടിയാണ് 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത്. ഓമർ ലുലുവിൻ്റെ സിനിമ എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടൊരു സിനിമ എന്നാക്കിയിരിച്ചിരിക്കുക എന്നാണ് ഞാൻ റിവ്യൂ കേട്ടപ്പോൾ കണ്ടത്. എന്തായാലും ഇതൊക്കെയാണ് ഓണം സ്പെഷ്യലായി വന്ന സിനിമകളിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. നിങ്ങളിതിൽ ഏത് സിനിമയ്ക്കായത് പോയത്, ആ സിനിമ റെസ്പോൺസ് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. അതുപോലെ തന്നെ ആ സിനിമയുടെ റിവ്യൂയും. ഇനി ഈ സിനിമകളുടെ OTT റിലീസായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ, അതും ഈ 4 സിനിമകളുടെ അതിൽ കൊണ്ടൽ സിനിമേൻ്റെ OTT റിലീസായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിലായിരിക്കും ഇത് OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യലായി വന്ന അപ്ഡേറ്റ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ സിനിമ ഒക്ടോബർ മാസമായിരിക്കും OTT റിലീസ് ചെയ്യുന്നത്. 2ാമത്തെ ആഴ്ച അല്ലെങ്കിൽ 3ാമത്തെ ആഴ്ചയോടെ ആയിരിക്കും സിനിമ നെറ്റ്ഫ്ലിക്സിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കിഷ്കിൻ്റെ കാണ്ഡത്തിന് OTT റിലീസിൽ കാത്തിരിക്കുന്നവരാണെങ്കിൽ സിനിമ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. കാരണം ഡിസ്നിയാണ് മേടിച്ചിരിക്കുന്നത്. 12 കോടിക്കാണ് സിനിമേൻ്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ നല്ല പ്രൈസിനാണ് മേടിച്ചിരിക്കുന്നത് ഡിസ്നിക്കാർ ഈ സിനിമേൻ്റെ OTT അവകാശം. സിനിമ നമ്മുടെ ഡിസ്നിയിൽ 50 ദിവസത്തെ തിയേറ്റർ റണ്ണിന് ശേഷമായിരിക്കും OTT റിലീസിന് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒക്ടോബർ ലാസ്റ്റ് വീക്കായി ദീപാവലി സ്പെഷ്യലായിട്ടൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി സിനിമയുടെ പല ഭാഷകളിലായിട്ട് വരുന്ന ഡബ്ഡ് വെർഷൻ OTT റിലീസിനായിട്ട്. ഇനി അജയൻ്റെ രണ്ടാം മോഷണമാണെങ്കിൽ സിനിമയുടെ OTT റൈറ്റ്സ് ആരെ മേടിച്ചെന്ന് കൺഫേം ആയിട്ടില്ല. റൂമർ അനുസരിച്ച് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ മേടിക്കുമെന്നാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാഡ് ബോയ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആരെ മേടിച്ചെന്ന് കൺഫേം അല്ല. എന്തായാലും നിങ്ങൾക്ക് ഏത് സിനിമയ്ക്കാണ് കൂടുതലായിട്ട് കട്ട വെയിറ്റിംഗ് OTT റിലീസിനായിട്ട് കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഇതുപോലെ സിനിമ വാർത്തകൾക്കായിട്ടും സിനിമ അപ്ഡേറ്റ്സിനായി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.